Welcome to our YouTube channel, Winners of Media. ഈ വീഡിയോ മുഴുവനായി കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വെബ്സൈറ്റ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം എങ്ങനെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം വേൾഡ് വൈഡ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും കാണത്തക്ക രീതിയിൽ നമുക്ക് നമ്മുടെ സൈറ്റിനെ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈൻ വാങ്ങുക എന്നുള്ളതാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ .com, .in, .org ഇങ്ങനെ പല ഡൊമൈൻസ് ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് .com ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ Godaddy.com എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ ആദ്യമേ ചെല്ലേണ്ടത്. Godaddy. ഓക്കെ, Godaddy നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ Godaddyയുടെ ഒഫീഷ്യൽ സൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആ സൈറ്റിലേക്ക് പോവാം. ഓക്കെ, Godaddyയുടെ സൈറ്റ് നമുക്ക് ഇവിടെ റൺ ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ your.com ഡൊമൈൻ ഫ്രം 199 ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് പെർ മന്ത് വെച്ചിട്ടുള്ള റേറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്, 199. ഇത് ഓരോ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഇവർ ഓരോ ടൈമിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ചിലപ്പം ഇതിന്റെ റേറ്റ് പല രീതിയിൽ വ്യത്യാസപ്പെട്ടൊക്കെ വരുന്നതാണ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡൊമൈൻ ഏതാണ് എന്നിവിടെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എന്ന് കൊടുത്തു. ഇത് അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പം ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് യൂണീക്ക് ആണ്. ഒരു ഡൊമൈൻ നെയിം, അതായത് നമ്മുടെ ഒരു ഡൊമൈൻ അഡ്രസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അഡ്രസ് ബാറിൽ വരുന്ന അഡ്രസ് എന്ന് പറയുന്നത് യൂണീക്ക് ആയിരിക്കും. അത് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇത് നേരത്തെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്കിത് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, winnersoftitsolutions.com എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. യുവർ ഡൊമൈൻ ഈസ് അവൈലബിൾ എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, ആഡ് കാർഡുണ്ട്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം ഏത് വേണമെങ്കിലും. winnersoftitsolution.com, winner-solution, ഇത് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. അതിനെല്ലാം ഈ ഒരു റേറ്റേ വരത്തുള്ളൂ. ഇവിടെ ആഡ് കാർഡ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പം winnersoftitsolutions.com എന്നുള്ളതാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ ടു കാർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ലിനക്സ് വെബ് ഹോസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഡൊമൈൻ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു ഡൊമൈനും വാങ്ങിയതിന് ശേഷം അതിന് സ്പേസും കൂടി നമ്മൾ വാങ്ങണം. സ്പേസും വാങ്ങാനും ഇതുപോലെ പല സൈറ്റുകളുണ്ട്. HostGator എന്നൊക്കെ പറഞ്ഞിട്ട് പല സൈറ്റുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്പേസ് കൂടി വാങ്ങണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പല രീതിയിൽ സ്റ്റാർട്ടഡ്, എക്കണോമി, ഡിലക്സ് ഇങ്ങനെ 3 രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ കിട്ടും. അവരുടെ ഓരോരോ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 30 GB ഡിസ്ക് സ്പേസ് ഉണ്ടാവും, അൺമീറ്റഡ് bandwidth, 1 MySQL ഡേറ്റാബേസ്, 1 GB ഫ്രീ ഇമെയിൽ ഇൻക്ലൂഡ്, 1 വെബ്സൈറ്റ്. അപ്പം ഒരു വെബ്സൈറ്റ് മാത്രമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടറിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരു എക്കണോമി ആകുമ്പോൾ അതിന്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ എക്കണോമിക്ക് 100 GB ഡിസ്ക് സ്പേസ് ഉണ്ടാവും. ഇവിടെ 30 GB ഡിസ്ക് സ്പേസേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സൈറ്റ് എത്ര സൈസ് ഉണ്ട് അതനുസരിച്ചായിരിക്കണം നമ്മൾ ഡിസ്ക് സ്പേസ് വാങ്ങേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റാബേസ് വരുന്ന എത്ര എണ്ണം ഉണ്ടാവുമോ അതനുസരിച്ചിട്ടായിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 100 GB ഡിസ്ക് സ്പേസ് ഉണ്ട്, അൺലിമിറ്റഡ് ബാൻഡ്വിഡ്ത്ത് ഉണ്ട്, 10 MySQL ഡേറ്റാബേസ് ഉണ്ട്, 1 GB. ഓക്കെ, അതായത് 10 ഡേറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1 GB ആണ്. 1 GB എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡേറ്റാബേസിലേക്കൊക്കെ ഒരുപാട് ഡീറ്റെയിൽസുകൾ ഇപ്പം എന്താണ്, ഇപ്പൊ നമ്മൾ PhD ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഡേറ്റ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ഡേറ്റാബേസിലേക്കാണ്. അതുപോലെ ഫേസ്ബുക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊരു ഡേറ്റാബേസിലേക്കാണ് ഇത് പോയിട്ട് ആഡ് ആവുന്നത്. അവിടെ എത്ര സ്പേസ് ഉണ്ടാവണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സൈറ്റിന് 30 GB ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഡേറ്റാബേസേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഒന്നിൽ കൂടുതൽ ഡേറ്റാബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10 MySQL ഡേറ്റാബേസ് എന്നുള്ള ഈ ഇതെടുക്കാം. അതനുസരിച്ചിട്ട് ഇതിന്റെ എമൗണ്ട്
വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേത് ഡീലക്സ് മെത്തേഡ് ആണ്. അൺലിമിറ്റഡ് ഡിസ്ക് സ്പേസ് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അൺലിമിറ്റഡ് ബാൻഡ്വിഡ്ത്ത് ആണ്. 25 ഡേറ്റാബേസ് വരെ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീ ഇമെയിൽ ഇൻക്ലൂഡ്, അതായത് ബിസിനസ് ഇമെയിൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഫ്രീ ഇമെയിൽ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോൾ gmail.com എന്നൊക്കെ പറഞ്ഞൊരു ഐഡിയ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആണ്. ഓക്കെ, അതല്ലാതെ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. .com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നമുക്കറിയാം HR-നൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോസ് ഒക്കെ അയക്കുന്ന സമയത്ത് അവരുടെ മെയിൽ ഐ ഡി എന്നൊക്കെ പറയുന്നത് ജിമെയിലിന് പകരം ഇതുപോലെ .com, കമ്പനിയുടെ പേര് കൂട്ടിയിട്ടുള്ള .com എന്ന് പറയുന്ന ഒരു മെയിൽ ഐ ഡി ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് അൺലിമിറ്റഡ് വെബ്സൈറ്റ് ആണ്. എത്ര വെബ്സൈറ്റ്സ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം വൺ വെബ്സൈറ്റ്, ഈ രണ്ട് പ്ലാൻ അനുസരിച്ചും ഒരു വെബ്സൈറ്റ് മാത്രമേ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വെബ്സൈറ്റ് വേണമെങ്കിലും ഈ ഡൊമൈനിനകത്ത് നമുക്ക് കൊടുക്കാൻ. ഇപ്പൊ ഡൊമൈൻ ഒക്കെ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ നമുക്ക് വിൽക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇതുപോലെ ഡീലക്സ് എടുത്തിട്ട് ഒരു ഡൊമൈൻ എടുക്കും, അതിന്റെ കൊടുത്തതിന് ശേഷം പല രീതിയിൽ എത്ര വെബ്സൈറ്റ് വേണമെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യത്തക്ക രീതിയിലാണ് അൺലിമിറ്റഡ് വെബ്സൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതായത് ഡീലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം പെർ മന്ത് ആണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 169 പെർ മന്ത്, 129 പെർ മന്ത്, 419 പെർ മന്ത് ആണ്. ഓക്കെ, നമുക്കിപ്പോ ഇതിന്റെ സ്പേസ് ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ എടുക്കണമെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അതുണ്ടാവും. ഫുൾ ഡൊമൈൻ പ്രൈവസി എന്ന് വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ കണ്ടിന്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ winners-of-IT-solution.com എന്ന് പറഞ്ഞിട്ട് 2 ഇയർ, 1 ഇയർ ഉണ്ട്, 2 ഇയർ ഉണ്ട്, 3 ഇയർ ഉണ്ട്, 10 ഇയർ ഉണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ 1 ഇയർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 1 ഇയറിലേക്കുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ വരിക. ഓക്കെ, ഫുൾ ഡൊമൈൻ പ്രൈവസി പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് ഡൊമൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, സെക്യൂരിറ്റി തരുന്നുണ്ട് Godaddy. അതിന് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഈ ഒരു 299 രൂപ വെച്ചിട്ട് നമ്മൾ ഇയർലി റിന്യൂ ചെയ്യേണ്ടതാണ്. ഓക്കെ, 1 ഇയർ ആണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമൈനും 1 ഇയറിലേക്കാണെങ്കിൽ 1 ഇയർ കഴിഞ്ഞ് റിന്യൂ ചെയ്യണം. 10 വർഷത്തേനാണെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നമ്മൾ റിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ ഇമെയിൽ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് എക്സ്ട്രാ പൈസ വരും. അതുപോലെ തന്നെ ലിനക്സ് ഹോസ്റ്റിംഗ് വിത്ത് സി പാനൽ, അതായത് നമുക്കൊരു സി പാനൽ പോലെ ഒരു നമുക്ക് ഹോസ്റ്റ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഒക്കെ കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എമൗണ്ട് കൊടുക്കാം. അപ്പം മൊത്തത്തിൽ 1 ഇയറിലേക്ക് winners-of-IT-solutions.com നമുക്ക് സ്റ്റാർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന് 4595 രൂപയാണ് നമുക്ക് എമൗണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അതായത് Godaddyയുടെ അക്കൗണ്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എങ്കിലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്കവിടെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി, ഒരു യൂസർ നെയിം, ഒരു പാസ്വേഡ്. ഈ പാസ്വേഡും ഈ യൂസർ നെയിമും വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. സാധാരണ യൂസർ നെയിം ഇമെയിലും ഒക്കെ നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി തന്നെ യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഡയറക്റ്റ് ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് കണക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ പർച്ചേസ് ചെയ്തതിനു ശേഷം അതിന്റെ ബില്ലും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ മെയിലിലേക്കായിരിക്കും വരിക. ഓക്കെ, അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഡൊമൈൻ നെയിമും നമ്മുടെ സ്പേസും ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് പർച്ചേസ് ചെയ്യാൻ അതിന്റെ സ്പേസും ഡൊമൈനും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. ഇനി അതല്ല, നമുക്കിപ്പോൾ Godaddyയിലെ ഡൊമൈൻ മാത്രമാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ HostGator എന്ന് പറയുന്ന ഒരു സൈറ്റ് എടുക്കാം. HostGator എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെയും നമ്മൾ ലിനക്സ് ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ പല ഓഫറുകളുണ്ട്. അപ്പം എമൗണ്ടിനും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടർ ഉണ്ട്, ഇതുപോലെ തന്നെ സിംഗിൾ ഡൊമൈൻ ആണ്, അൺലിമിറ്റഡ് ഡൊമൈൻ ആണ്. എത്ര ഡൊമൈൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ അൺലിമിറ്റഡ്. അപ്പോൾ ഒരു 10 ഡൊമൈൻ ഒക്കെ എടുത്തിട്ട് ഈ ഒരു സ്പേസിനെ നമുക്ക് ഡിവൈഡ് ചെയ്തൊക്കെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്കിപ്പോ ഇവിടെ ബൈ നൗ എന്നുള്ള സ്റ്റാർട്ടർ കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഏതാണോ നമ്മുടെ ഡൊമൈൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനുശേഷം നമ്മളിവിടെ നിന്ന് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഡൊമൈൻ വാങ്ങിയതിനു ശേഷം അവിടെ നിന്ന് സ്പേസ് വാങ്ങുന്നില്ല എങ്കിൽ നമുക്ക് മറ്റൊരു സൈറ്റ് വേണമെന്നുണ്ട്, മറ്റൊരു HostGator എന്ന് പറഞ്ഞ മറ്റൊരു വെബ്സൈറ്റ് വഴി നമുക്ക് സ്പേസ് വാങ്ങാം. ഇപ്പം ഇത് ഡൊമൈൻ ഒരു സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ സ്പേസ് മറ്റൊരു സൈറ്റിൽ നിന്നും വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിന് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ വരും. ഇത് 1 year ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ഇതാണ്, ഡൊമൈൻ ലിനക്സ് ഇതാണ്. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല, സർട്ടിഫിക്കറ്റ് SSL സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഡീറ്റെയിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ 5 വർഷത്തേനാണ് ആ എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം 1 year ആണ് വേണമെങ്കിൽ 199 രൂപ വെച്ചിട്ട് തന്നെ ഈ ഒരു എമൗണ്ടിൽ. അപ്പൊ ഇത് സ്പേസിന്റെ മാത്രം റേറ്റ് ആണ്, മറ്റേത് ഡൊമൈൻ്റെ റേറ്റ് ആണ്. അപ്പൊ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഗോഡാഡിയൊക്കെ കുറച്ചുകൂടെ റേറ്റ് കുറവ് സ്പേസിന്റെ HostGator ആണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ, ഒരു വെബ്സൈറ്റ് ഒക്കെ തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്തതിനൊക്കെ ശേഷം നിങ്ങൾക്ക് അത് ഹോസ്റ്റ് ചെയ്ത് www.com നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡൊമൈൻ വാങ്ങി സ്പേസ് വാങ്ങിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം.